നമസ്കാരം. സൗത്ത് ആഫ്രിക്കയുമായി അടുത്ത മാസം അവസാനത്തോടെ തുടങ്ങാനിരിക്കുന്ന ഒരു ഏകദിന പരമ്പര. അതിൻ്റെ വൈസ് ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായി അയ്യരാണ് എത്തുന്നത്. ശ്രേയസ് അയ്യർ കളിക്കാനായേക്കില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓസ്ട്രേലിയക്കെതിരെ സിഡ്നിയിൽ നടന്ന മൂന്നാമത്തെയും അവസാനത്തെയും കളിക്കിടെ തന്നെയാണ് ഈ ക്യാച്ച് എടുക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് വാരിയെല്ലിന് പരിക്കേറ്റു എന്നതാണ് ചില സൂചനകൾ പറയുന്നത്. ഉടൻ തന്നെ ഗ്രൗണ്ട് വിട്ട ശ്രേയസിനെ ആശുപത്രിയിലേക്ക് എത്തിച്ച് സ്കാനിങ്ങിനും വിധേയനാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. പ്രത്യേകിച്ച് ആ ഭാഗത്തൊരു പൊട്ടൽ വന്നാൽ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. 3 ആഴ്ചയിലേറെ വിശ്രമം ആവശ്യമാണ് അദ്ദേഹത്തിനെന്നും പറയുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അടുത്ത മാസം 30-ന് തുടങ്ങാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ ശ്രേയസിന് കളിക്കാനാകുമോ എന്നത് സംശയമായി തന്നെ ഇരിക്കുകയാണ്. ഇല്ല എന്ന് പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. പൂർണ്ണ ഫിറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പരമ്പരയിൽ പരിഗണിക്കാനും സാധ്യതയില്ല. കാരണം നട്ടലിന് പൊട്ടലുണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം തന്നെ മുഖ്യമായ ഒരു സ്ഥലമാണെന്നും അത് കളിക്കുമ്പോൾ തന്നെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് തന്നെ അത് ബാധിച്ചേക്കുമെന്നും പിന്നീട് ഒരിക്കലും തന്നെ അദ്ദേഹത്തിൻ്റെ മാച്ചുകൾ അത് ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ശ്രദ്ധയോടെയാണത് നോക്കുന്നത്. ശ്രേയസിനെ പുറത്തിറക്കേണ്ടി വന്നാൽ തന്നെ മത്സരങ്ങളുടെ പരമ്പരയിൽ 4-ാം നമ്പറിൽ ഇന്ത്യക്ക് പരീക്ഷിക്കാവുന്ന താരങ്ങൾ ആരൊക്കെയെന്നാണ് പിന്നീട് എല്ലാവരും നോക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ പ്രതിഭകൾ ഒരു പഞ്ഞവുമില്ലാത്തൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ അയ്യർ പോയാൽ അയ്യറിൻ്റെ ആ സ്ഥാനം 4-ാം സ്ഥാനം കളിച്ചില്ലെങ്കിൽ ഈ റോൾ ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ട്. ഇതിൽ ആരെ എടുക്കണമെന്നുള്ള കൺഫ്യൂഷനായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാവുക. ഇവരിൽ ആരെ തിരഞ്ഞെടുക്കുമെന്ന സംശയം മാത്രമേ സെലക്ടർമാർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ, യുവ ഓൾറൗണ്ടറായ തിലക് വർമ്മ, യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേൽ, രജത് പാട്ടിദാർ എന്നിവരിൽ ഒരാളായിരിക്കും ഇപ്പോൾ ശ്രേയസിന് പകരം 4-ാം നമ്പറിലേക്ക് വിളി എത്തിയേക്കുക എന്നുകൂടി പറയുന്നു. ഇക്കൂട്ടത്തിൽ ഇന്ത്യൻ 11-ൽ ഏറ്റവും അധികം അർഹതയുള്ള താരം സഞ്ജു തന്നെയാണെന്നും പറയുന്നുണ്ട്. കാരണം അത്രയും ഗംഭീര റെക്കോർഡാണ് ഏകദിനത്തിൽ മലയാളി താരത്തിനുള്ളത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഇതിനോടകം ലഭിച്ച കുറച്ച് അവസരങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹമെന്നും പറയുന്നുണ്ട്. ഏകദിനത്തിൽ ഇതിനോടകം 16 മത്സരങ്ങളിലായി 14 ഇന്നിംഗ്സുകളിൽ സഞ്ജു ബാറ്റ് ചെയ്തിട്ടുണ്ട്. 56.67 എന്ന കിടിലൻ ശരാശരിയിൽ 99.61 സ്ട്രൈക്ക് റേറ്റിൽ 510 റൺസും അടിച്ചെടുക്കുകയും ചെയ്തു. ഒരു സെഞ്ചുറിയും 3 ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടിയാണെന്ന് പറയാം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും മികച്ച റെക്കോർഡുകൾ ഉണ്ടായിട്ടും ഏകദിന ടീമിൽ സഞ്ജുവിന് സ്ഥിരമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ്. 2023 ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കയുമായി അവരുടെ നാട്ടിൽ നടന്ന ഏകദിന പരമ്പരയിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത് എന്നുകൂടി പറയുന്നു. ഇന്ത്യ ജയിച്ച മത്സരത്തിൽ കന്നി സെഞ്ചുറി കുറിച്ച് സഞ്ജു പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തതായി തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇതിന് ശേഷം തന്നെ നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു ഏകദിനത്തിൽ പോലും കളിക്കാൻ അവസരം ലഭിച്ചിട്ടുമില്ല എന്ന് പറയാം. 22-കാരനായ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ തിലക് ഏകദിനത്തിൽ 4-ാമനായി നല്ലൊരു ഓപ്ഷനാണ്. T20യിൽ അദ്ദേഹത്തിന് ഈ റോളിൽ തന്നെ തൻ്റെ സ്ഥാനം ഭദ്രമാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇനി ഏകദിനത്തിലും സീറ്റ് ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തിലക് എന്നുകൂടി പറയും. ഇന്ത്യക്കായി 4 ഏകദിനങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ളതും നമുക്ക് മറക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ്. ഇപ്പോൾ നേടിയത് 68 റൺസുമാണ്. T20യെ അപേക്ഷിച്ച് ഏകദിനത്തിൽ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും തുടർച്ചയായി അവസരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ ഈ ഫോർമാറ്റിൽ മാച്ച് വിന്നറായി മാറാൻ സാധിക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയാം. ബാറ്റിങ്ങിനൊപ്പം ബൗളിങ്ങിലും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന താരമാണ് തിലക്. അതുപോലെ തന്നെ അതേസമയം ടെസ്റ്റ് ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയെങ്കിലും ഏകദിനത്തിൽ ജുറേലിന് ഇനിയും അവസരം ലഭിച്ചിട്ടില്ല എന്നുകൂടിയാണ് പറയുന്നത്. വളരെ മികച്ച ബാറ്റിംഗ് ടെക്നിക്കുള്ള താരമാണ് അദ്ദേഹം. ജുറേൽ ഇതിനോടകം തന്നെ കളിച്ചിട്ടുള്ള ടെസ്റ്റ് ഇന്നിംഗ്സുകൾ തന്നെ ഇത് അടിവരയിടുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു.